യാ റസൂലല്ലാഹ്, ബദർ യുദ്ധം കഴിഞ്ഞങ്ങ് പറഞ്ഞല്ലോ, ഷഹീദാകുന്നവരുടെ ശരീരത്തിലും രക്തം ഇങ്ങനെ മണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് അള്ളാന്റെ സ്വർഗത്തിലേക്കായെത്തുന്നത് അവരുടെ റൂഹിന് പച്ച ചിറകുകൾ വെച്ചിട്ട് സ്വർഗത്തിന്റെ മുകളിലൂടെ അവർ പാറിപ്പറക്കുമെന്ന് പറഞ്ഞല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കങ്ങനെ മരിക്കണം നബിയേ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, റാഫിയേ, നിനക്ക് ചെറിയ പ്രായമാണ് മോനെ, നീ ഒരുപാട് വളർന്നിട്ടില്ല മോനെ, ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് മോനെ, നിന്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ജീവിക്കാൻ ഇനി ജീവിതം ആവശ്യം ബാക്കിയുണ്ട്. അതുകൊണ്ട് റാഫിയേ, നീ ഇന്ന് യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന് ആരംഭ റസൂല് പറയുമ്പോ, യാ ഹബീബല്ലാഹ്, എന്നെ മടക്കി വിടരുതെന്ന് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നത് ടൂറിന് കൊണ്ടുപോകാനല്ല, വീഗാലാൻഡിൽ കൊണ്ടുപോകാനല്ല, ആസ്വാദനത്തിന്റെ മനോഹാരിതമായ യാത്രാനുഭവങ്ങളെ ഹൃദയത്തിലേക്ക് പകർത്തി വെക്കാനല്ല, ഈ ലോകത്തിൽ നിന്ന് മരിക്കാനാണ് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മരിക്കാനാ മക്കളെ. 10-20 വയസ്സായിട്ട് പോലും കൃത്യമായിട്ട് നമസ്കരിക്കാൻ സമയം കിട്ടാത്ത എന്റെ പെരുമാതരയിലെ ചെറുപ്പക്കാരാ, ചുണ്ടിനടിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പോലും പള്ളിയിൽ 12 മണിയായാലും വാക്യകത്ത് കിടക്കുന്നൊരു തുപ്പിക്കളയാൻ കഴിയാറ്, അല്ലാഹുവിന്റെ ദീനിനെ പുച്ഛിക്കാനുള്ള പ്രായം വന്നുപോയ, അതിന് മാത്രം തന്റെ ഇടവും അഹങ്കാരവും വന്നുപോയ മക്കളെ, ഇത് ആരുടെ മുമ്പിലാണ് ഈ ചരിത്രം ഞാൻ പറയുന്നതെന്ന് ചിന്തിച്ചു പോവുകയാ. മഹാനായ റാഫി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ടുപോകണം നബിയേ, എനിക്ക് മരിച്ചിട്ട് സ്വർഗത്തിലൂടെ പറക്കണം നബിയേ. ഈ ഭൗതിക ലോകത്തിന്റെ ഒരു സ്വപ്നങ്ങളും അവനെ തകർത്തുന്നില്ല, കല്യാണ സ്വപ്നം അവനെ വ്യാമോഹത്തിങ്ങളൊന്നും ആ വലയിൽ വീഴുന്നില്ല, നാളെ ജീവിക്കാനുള്ള ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളൊന്നും അവനെ വേട്ടയാടുന്നില്ല. ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞ, റാഫിയേ, നീ ചെറിയ പ്രായമായതുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അവസാനം ഒരു വലിയ സ്വഹാബിയോട് റാഫി റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞു, നിങ്ങളൊന്ന് പറയും മുത്തുനബിയോട്, എന്റെ കഴിവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, ഞാൻ ചെറിയ കുട്ടിയാണെന്നൊന്നും നോക്കണ്ട,